അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാനിന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് ഷൂട്ടിംഗ് ഒന്നും നടന്നില്ല. പിന്നെ കിച്ചൺ റിനോവേറ്റ് ചെയ്തതിന് ശേഷം വരുന്ന ആദ്യത്തെ ഒരു കുക്കിംഗ് വീഡിയോയും കൂടെ ആണിത് കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്കുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് സമയമൊട്ടും കളയാതെ ഈ റെസിപ്പിയിലേക്ക് കടക്കാം. നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കണ്ടിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇത്. അതിനുവേണ്ടി ഞാൻ ഒരു പാൻ എടുത്ത് അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് പിള്ളേർക്ക് സ്കൂളിൽ വിട്ട് വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും നല്ല ഹെൽത്തി ആയിട്ടുള്ളതുകൊണ്ട് പിള്ളേർ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും. നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടിയൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. ഇത് കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഇത്രത്തോളം ഹെൽത്തി ആയിട്ട് നമുക്കിത് കിട്ടിയെന്ന് വരില്ല. ഇത് പൂർണ്ണമായിട്ടും ഇതിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഹെൽത്തി ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ പാൻ ചൂടായി കഴിഞ്ഞപ്പം ഞാൻ 240 ml കപ്പിൽ 1 കപ്പ് ചൗരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ചൗരിയാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന കപ്പ് 240 ml കപ്പാണ് കേട്ടോ. ആ കപ്പിന് 1 കപ്പാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എല്ലാ ഇൻഗ്രീഡിയൻറ്റും ഈ ഒരു കപ്പിൻ്റെ മെഷർമെൻറ്റിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ കപ്പിന് 1 കപ്പും ചൗരി. നമ്മൾ ഈ ചൗരി നന്നായിട്ടൊന്ന് ചൂടാക്കണം. അതിൻ്റെ ആ റോമ സ്മെല്ലൊന്ന് മാറി ഒരു മൂപ്പ്, നമ്മൾ അരിപ്പൊടിയൊക്കെ വറക്കുമ്പോൾ ഒരു മൂത്ത മണം വരില്ല, അതുപോലൊരു മണം വരുന്നത് വരെ നന്നായിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മളിത് റോസ്റ്റ് ചെയ്യുന്നത് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പം ഇത് നന്നായി റോസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നന്നായിട്ട് നമുക്ക് ഇടിയപ്പ പൊടിയൊക്കെ ഇല്ല ആ പരുവത്തിൽ നമുക്കിത് പൊടിഞ്ഞ് കിട്ടണം. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മളിത് റോസ്റ്റ് ചെയ്യണേ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഇതൊന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇത് റോസ്റ്റ് ആയതുകൊണ്ട് ഞാനിതിന് തീ ഓഫ് ചെയ്യാണ്. നമുക്കിത് തണുക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത് ഫുള്ളങ്ങ് തണുക്കണ്ട, ചെറിയൊരു ചൂടോട് കൂടെ തന്നെ നമുക്കൊന്ന് കൈ കൊണ്ടൊക്കെ വാരിയാൽ നമുക്കത് കൈ ഇട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ചെറിയൊരു ചൂട് നിൽക്കണം, നമുക്കൊന്ന് വാരാനും പറ്റുന്ന ആ ഒരു ടെമ്പറേച്ചറിൽ വേണം നമുക്കിത് പൊടിച്ചെടുക്കാൻ വേണ്ടി എടുക്കാൻ. തീരെ തണുത്ത് പോയാലും ശരിക്കിത് പൊടിഞ്ഞു വരില്ല കേട്ടോ. അപ്പോൾ ചെറിയൊരു ചൂടോട് കൂടെ തന്നെ വേണം നിങ്ങളിത് പൊടിച്ചെടുക്കാൻ. അപ്പം നമുക്ക് മിക്സിയുടെ ജാറിലോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് പൊടിച്ചെടുക്കാം. ഇപ്പം നമ്മൾ ഇങ്ങനത്തെ ഒരു ഇതിനകത്ത് വെച്ച് പൊടിക്കുകയാണെങ്കിൽ നന്നായിട്ട് ഫൈനായിട്ട്, അതിൽ നമുക്ക് ഇടിയപ്പ പൊടി പോലൊക്കെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. ഇല്ല നിങ്ങൾ മിക്സിയുടെ ജാറിലോ അങ്ങനെ വേറെ രീതിയിലൊക്കെയാണ് പൊടിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇടിയപ്പത്തിൻ്റെ ഈ നാഴിയില്ലേ, അരിപ്പ എന്നൊക്കെ പറയില്ലേ, അത് വെച്ചൊന്ന് അരിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ തരി ഉണ്ടെങ്കിൽ മാറിക്കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ പൊടിച്ച പൊടി അത് ഫുള്ള് അതിനകത്തേക്ക് ഇടുകയാണ്. പിന്നെ സ്വാദിന് വേണ്ടി ഒരല്പം ഉപ്പ്, 1/2 ടീസ്പൂണോളം ഉപ്പിടുക. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന കപ്പിന്, നമ്മൾ ചൗരി എടുത്ത അതേ കപ്പാണ്, ആ കപ്പിന് 1/2 കപ്പ് കോൺഫ്ലവർ. നമ്മൾ കോൺഫ്ലവർ എന്നും പറഞ്ഞ് മേടിക്കുന്ന ചോളത്തിൻ്റെ സ്റ്റാർച്ചാണ്, അത് 1/2 കപ്പ് ഉപയോഗിക്കുക. എന്നിട്ട് ചൂടുള്ള വെള്ളം വേണം, നല്ല ചൂടുള്ള വെള്ളം തന്നെ എടുത്ത് നമ്മൾ ഇടിയപ്പ പൊടിയൊക്കെ കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കാം. അപ്പം ആദ്യം നമുക്ക് നല്ല ചൂടുള്ള വെള്ളം കൊണ്ട് അതിന് കൈയിട്ട് കുഴയ്ക്കാൻ പാടായിരിക്കും. അപ്പോൾ ഒരു സ്പൂണോ ഫോർക്കും കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മുടെ പാകത്തിന് ആവശ്യമുള്ള വെള്ളം എടുത്ത് നന്നായിട്ടൊന്ന് കുഴയ്ക്കുക. പിന്നെ നമുക്ക് കൈയിട്ടൊന്ന് കുഴയ്ക്കാൻ പറ്റുന്ന പരുവാകുമ്പം നന്നായിട്ടൊന്ന് കൈ കൊണ്ട് കുഴച്ച് ഒന്ന് മാവ് മയപ്പെടുത്തുക കേട്ടോ. ചാനലിൽ ഞാൻ ആദ്യമൊക്കെ ഇട്ടിരുന്ന കുക്കിംഗ് വീഡിയോയ്ക്ക് എന്നെ അസിസ്റ്റ് ചെയ്യാൻ വന്നിരുന്ന മോനായിരുന്നു. ഇപ്പോൾ അവൻ സ്കൂളിൽ പോകുന്നതുകൊണ്ട് മോളായി. ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ ഉടനെ അവൾക്ക് പോസ് ചെയ്യണം, അവൾക്ക് മാവിൻ്റെ ഒരു ഉരുള വേണം, അങ്ങനെ എൻ്റെ ഒപ്പം തന്നെ അവൾ നിൽക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുഴയ്ക്കുന്ന ഫുള്ള് എനിക്ക് നന്നായിട്ട് കാണിക്കാൻ പറ്റാഞ്ഞത്. എന്തായാലും നമ്മൾ ഇടിയപ്പമൊക്കെ മാവ് കുഴയ്ക്കുന്ന പോലെ, ഇടിയപ്പത്തിൻ്റെ മാവൊക്കെ കുഴയ്ക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ച് മയപ്പെടുത്തി എടുക്കാം കേട്ടോ. അടപ്പ് കൊണ്ട് അടച്ച് ഒരു 10 മിനിറ്റ് ഇതൊന്ന് വെച്ചേക്കുക. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലെ ഫില്ലിങ്ങിന് ആവശ്യമായ മസാല പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ മാവ് കുഴയ്ക്കാൻ ഇരിക്കുന്നതിന് മുമ്പ് തന്നെ ചിക്കൻ വേവിക്കാൻ വെച്ചിരുന്നു. നിങ്ങൾക്ക് ബോൺലെസ് ചിക്കൻ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ ഫ്രഷ് ടു ഹോമിൽ നിന്നാണ് നോർമലി ചിക്കൻ മേടിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കറിക്കട്ടെന്ന് പറഞ്ഞ് മേടിക്കുമ്പോൾ കിട്ടുന്ന 3 പീസ്, എല്ലോട് കൂടി 3 പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. കാരണം ആ സൈസ് അല്പം വലുതായിരിക്കും, സാധാ കറിക്കട്ടിനെങ്കിലും അല്പം വലുതായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പം നമുക്കത് ഞാൻ ഉപ്പ് മാത്രം ഇട്ടൊന്ന് വേവിച്ചെടുത്തതാണ്. അതൊരു കുക്കറിലിട്ടൊരു വിസിലടിച്ചാൽ മതിയല്ലോ, അപ്പോൾ അത് വെന്ത് കിട്ടും. അപ്പോൾ ഇനി ഞാനൊരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ മസാലയൊന്ന് പ്രിപ്പയർ ചെയ്യാം. പാൻ ചൂടായി വരുമ്പം 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നെയ്യോ വേറെ ഏതുപോലെ ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ആ എണ്ണയും ചൂടായി വരുമ്പം ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതൊന്നും ഇതിനകത്ത് ഇടുക. അപ്പോൾ ചിക്കൻ നമ്മൾ എല്ലൊക്കെ മാറ്റി ഒന്ന് കൈ കൊണ്ടൊന്ന് മുറിച്ചെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ചോപ്പറൊക്കെ ഉണ്ട്, അതിനകത്ത് ഇടുകയാണെങ്കിൽ അടിച്ചെടുക്കുകയാണെങ്കിലും ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളി അല്പം ഒരു ഉപ്പും കൂടി ഇടുകയാണ്. ഓൾറെഡി നമ്മൾ ചിക്കനിൽ ഉപ്പ് മാത്രം ഇട്ടാണ് വേവിച്ചിരിക്കുന്നത്, അപ്പോൾ കൂടുതൽ ഉപ്പാകരുത്. അതുകൊണ്ട് ഇതൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി അല്പം ഉപ്പ് മാത്രം ഇതിനകത്ത് ചേർക്കാം. നമ്മുടെ ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക്
1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. നിങ്ങൾ കടയിൽ നിന്ന് മേടിക്കുന്ന പേസ്റ്റാണ് ചേർക്കുന്നതെങ്കിൽ അതിൽ ഉപ്പിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഉള്ളി വഴറ്റാൻ നേരത്ത് പിന്നെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം അതും കൂടെ ആയി കഴിയുമ്പോൾ ഒത്തിരി ഉപ്പായി പോകും. പിന്നെ അതിന് നമ്മളതൊന്നും പച്ചമണം ഇഞ്ചി വെളുത്തുള്ളിയുടെയും പച്ചമണം മാറിക്കഴിയുമ്പം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്തോട്ട് ചേർക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ഉപ്പ് മാത്രം ഇട്ട് വേവിച്ചിരിക്കുന്ന ചിക്കനാണ്. നിങ്ങൾക്ക് ഇത് കുറച്ച് ഞാൻ ചെറുതായിട്ട് കത്തി കൊണ്ട് മുറിക്കുകയോ ചെയ്തത്. പിന്നെ ഇതിലേക്ക് എരിവിന് വേണ്ടി ഞാൻ ക്രഷഡ് ചില്ലിയാണ്. ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ ക്രഷഡിയിൽ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു, അതാണ് ചേർത്തത്. നിങ്ങൾക്ക് അതിന് പകരം മുളക് പൊടിയോ വേണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ കുരുമുളക് പൊടി വേണമെങ്കിലും ചേർക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കാം. ഇപ്പോൾ സെഷ്വാൻ മോമോസൊക്കെ ഉണ്ടല്ലോ, അതുപോലെ നിങ്ങൾക്ക് അതുപോലെ സ്പൈസിനെസ് വേണമെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ. പിന്നെ അല്പം ഗരം മസാലയും കൂടാണ് ചേർത്തിരിക്കുന്നത്. ഈ മസാലയുടെ ഉപ്പിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ മസാലയുടെ എല്ലാം പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് കൊറിയാണ്ടർ ലീഫോ അതുപോലെ സ്പ്രിംഗ് ഓണിയൻ എന്ത് വേണേലും ചേർക്കാവുന്നതാണ് കേട്ടോ. കറി ലീഫ് വേണമെങ്കിൽ അത് വേണേലും ഒന്ന് ചോപ്പ് ചെയ്ത് ചേർക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഉപയോഗിച്ചതിൻ്റെ ബാക്കി കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഉണ്ടായിരുന്നു, അപ്പോൾ ഞാനത് ഓഫ് ചെയ്തതിന് ശേഷമാണ് ചേർത്തത്. പിന്നെ നമുക്കിനി മാവിനി ഒന്ന് ചുരുട്ടി അല്ലെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ചപ്പാത്തിയുടെ പലക വെച്ചിട്ടുണ്ട്. അപ്പം ഗ്രാനൈറ്റും അത് തമ്മിൽ തെന്നിപ്പോകും നമ്മൾ പരത്തുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു തുണി വിരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ തുണി വിരിച്ചതിന് ശേഷം ചപ്പാത്തി പരത്തുന്നത് വെച്ച് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്കത് പരത്തിയെടുക്കാം. നിങ്ങൾ പരത്തുമ്പോൾ ശ്രദ്ധിക്കണം, പരത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന പൊടിയും കോൺഫ്ലവർ തന്നെ ആയിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കോൺഫ്ലവർ അതിനകത്ത് സ്പ്രെഡ് ചെയ്തിട്ടാണ് ചെറിയ ചെറിയ ഉരുളകളാക്കി നമ്മൾ ചെറിയ രീതിയിൽ കുഞ്ഞു പൂരിക്കൊക്കെ പരത്തുന്ന പോലെ പരത്തിയെടുക്കാം. ഇത് നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കണം കേട്ടോ. എന്തെങ്കിലും നമ്മുടെ മോമോസ് നല്ല തിന്നായിട്ട് കിട്ടുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് തിന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ മാവിന് അളവ് കൂടിയ വലിയ മോമോസായി വരും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ സൈസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫിക്സ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതിനുശേഷം അതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ചിക്കൻ്റെ മസാല വെക്കുകയാണ്. എന്നിട്ട് നിങ്ങൾക്ക് മോമോസ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങളുടെ അതിനനുസരിച്ച് ഫോൾഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ എളുപ്പത്തിന് വേണ്ടി നമ്മൾ ഇലയടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ അല്ലെങ്കിൽ അട ഉണ്ടാക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് ഞെക്കി കൊടുക്കാമെങ്കിൽ മാവ് നന്നായിട്ട് ഇത് ഒട്ടിപ്പിടിക്കും കേട്ടോ. പിന്നെ വെള്ളവും മാവും ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ട് ഇത് സ്റ്റിക്ക് ചെയ്യാവുന്ന ഒരു മാവ് തന്നെയാണ്. കാരണം നമുക്കറിയാമല്ലോ കോൺഫ്ലവറും ചൗരിയാണ് ചേർത്തിരിക്കുന്നത്, നന്നായിട്ട് ഇത് ഒട്ടിപ്പിടിക്കുന്നതാണ്. അപ്പോൾ നമുക്കതങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് ഷേപ്പിൽ വേണമെങ്കിലും പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഞാൻ അങ്ങനെയെല്ലാം ഈ ഒരു അടയുടെ ഷേപ്പിലാണ് എല്ലാം പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഒരു ആവി കയറ്റി ഒരു 10 മിനിറ്റ് വേവിച്ചാൽ മതി. നന്നായിട്ട് ഇത് കുക്ക് ചെയ്ത് കിട്ടും കേട്ടോ. ഞാൻ ഇഡലിക്കൂട്ടത്തിൽ വെച്ചിരിക്കുകയാണ്. ഞാനത് വെച്ചിട്ട് വന്നപ്പോഴേക്കും ഇവിടെ ഒരാൾ എൻ്റെ സ്ഥലം കൈയടക്കി അവളുടേതായ രീതിയിൽ അവൾ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മോമോസ് 10 മിനിറ്റ് ആകുമ്പോഴേക്കും റെഡി ആയിട്ടുണ്ട്. ഒന്ന് തണുത്തതിന് ശേഷം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നമുക്ക് ടൊമാറ്റോ കെച്ചപ്പിനൊപ്പം ഇത് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് ഹെൽത്തിയാണ്, പിന്നെ നിങ്ങൾക്ക് ട്രാൻസ്പെറൻ്റ് ആണ്. ഇപ്പോൾ ഞാൻ ചിക്കൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കാത്തവർക്ക് വെജിറ്റബിൾസ് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെജിറ്റബിൾസ് വെച്ച് നമ്മൾ ക്യാരറ്റും ഗ്രീൻ പീസും ബീൻസൊക്കെ ഇടുവാണെങ്കിൽ ആ വെജിറ്റബിൾസിൻ്റെ കളർ നന്നായിട്ട് നമുക്ക് ഇതിൽ കൂടെ കാണാൻ സാധിക്കും കേട്ടോ. നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മോമോസുമാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. പിള്ളേർക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരെയ്ക്ക് എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു.